2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത വഴിത്തിരിവായി രേഖപ്പെടുത്തപ്പെടും. ഈ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് കൈവരിച്ച വിജയം സാധാരണ ഒരു അധികാരമാറ്റമല്ല, മറിച്ച് സംഘടനയുടെ പുനരുജ്ജീവനവും ജനവിശ്വാസത്തിന്റെ പുനഃസ്ഥാപനവും ഒരുമിച്ചുണ്ടാക്കിയ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ഘട്ടത്തിൽ തന്നെ മുന്നണി മുന്നോട്ടുവെച്ച 100 സീറ്റുകളുടെ ലക്ഷ്യം പലർക്കും അതിശയകരവും അസാധ്യവുമായ സ്വപ്നമായി തോന്നിയിരുന്നുവെങ്കിലും ഫലങ്ങൾ പുറത്തുവന്നപ്പോൾ അത് യാഥാർത്ഥ്യമായി മാറി. ഈ വിജയം ഒരൊറ്റ ഘടകത്തിന്റെ ഫലമല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണം, ഏകോപിത പ്രവർത്തനം, ശക്തമായ നേതൃത്വം എന്നിവയുടെ കൂട്ടിച്ചേരലാണ്. യുഡിഎഫിന്റെ വിജയത്തിനു പിന്നിലെ പ്രധാന ഘടകങ്ങളിലൊന്നായി മുന്നണി നേതൃത്വത്തിന്റെ ഏകോപിത പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാം. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ ചേർന്ന് മുന്നണിയെ നയിച്ച രീതി ഏറെ ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാനത്തും കേന്ദ്രത്തും ഒരേ സമയം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ടു കൊണ്ടുപോകാൻ ഈ നേതാക്കൾക്ക് സാധിച്ചു. വി.ഡി. സതീശൻ സംസ്ഥാനതലത്തിൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ കെ.സി. വേണുഗോപാൽ ദേശീയ തലത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞു. കൂടാതെ രാഹുൽ ഗാന്ധിയുടെ ഇടയ്ക്കിടെയുണ്ടായ സാന്നിധ്യം പ്രവർത്തകരിൽ ആത്മവിശ്വാസവും ഉത്സാഹവും വളർത്തി. ഇതൊക്കെയാണ് താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകിയത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തുടക്കം ഫെബ്രുവരിയിൽ ആരംഭിച്ച പുതുയുഗ യാത്രയിലൂടെയാണ് എന്നു പറയാം. കാസർഗോഡ് നിന്നാരംഭിച്ച ഈ യാത്ര സംസ്ഥാനമൊട്ടാകെ വലിയ സ്വീകാര്യത നേടി. ഇടതുപക്ഷത്തിന്റെ ശക്തമായ കോട്ടകളിൽ പോലും യുഡിഎഫിന് ലഭിച്ച ആവേശകരമായ സ്വീകരണം രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അതിശയിപ്പിച്ചു. ഈ യാത്രയുടെ മുഖ്യ മുദ്രാവാക്യമായ കേരളത്തെ വീണ്ടെടുക്കാൻ യുഡിഎഫ് എന്ന സന്ദേശം ജനങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞു. ഇത് വെറും രാഷ്ട്രീയ പ്രചാരണമല്ലാതെ ഒരു വികാരമായി മാറി. ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്ന സാഹചര്യത്തിൽ യുഡിഎഫ് അതിനെ വോട്ടാക്കി മാറ്റുന്നതിൽ വിജയിച്ചു. മുന്നണിയിലെ പ്രധാന ഘടകമായ മുസ്ലിം ലീഗിന്റെ പ്രകടനവും ഈ വിജയത്തിൽ നിർണായകം പങ്കുവഹിച്ചു. 20ലേറെ സീറ്റുകളിൽ വിജയം നേടി ലീഗ് മുന്നണിയുടെ കരുത്ത് ഇരട്ടിയാക്കി. സിപിഎമ്മിനൊപ്പം വിജയസീറ്റുകളുടെ എണ്ണത്തിൽ സമാനത കൈവരിച്ച് ലീഗ് ശക്തമായ കേഡർ അധിസ്ഥാനവും കൃത്യമായ പ്രവർത്തന രീതിയും കൊണ്ട് ശ്രദ്ധേയമായി. കോൺഗ്രസ് നേതൃത്വവുമായി യാതൊരു വിവാദങ്ങളിലും പെടാതെ ഏകോപിതമായ പിന്തുണ നൽകിയ ലീഗ് പ്രവർത്തകർ മുന്നണിയുടെ വിജയത്തിന് വലിയ പിന്തുണയായി. ഇതോടൊപ്പം യുഡിഎഫ് സ്വീകരിച്ച വിസ്മയതന്ത്രം എന്നറിയപ്പെട്ട നീക്കവും ഫലപ്രദമായി. സിപിഎമ്മിൽ നിന്നെത്തിയ പ്രമുഖ നേതാക്കളെ ഉൾപ്പെടുത്തി ഇടതു കോട്ടകൾ തകർക്കാനുള്ള ശ്രമം വിജയകരമായി നടന്നു. പയ്യന്നൂരിൽ വി. കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദൻ മാസ്റ്ററും അമ്പലപ്പുഴയിൽ ജി. സുധാകരനും നടത്തിയ മുന്നേറ്റങ്ങൾ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയായി. പ്രത്യേകിച്ച് പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റ് കുത്തക തകർന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ അത്ഭുതമായി വിലയിരുത്തപ്പെട്ടു. ഈ മാറ്റങ്ങൾ യുഡിഎഫിന് പുതിയ വോട്ടർമാരെ ആകർഷിക്കാൻ സഹായിച്ചു. വിവിധ സമുദായങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും വിശ്വാസത്തിലെടുക്കുന്നതിലും യുഡിഎഫ് വിജയിച്ചു. മതസൗഹാർദ്ദവും സാമൂഹിക സമത്വവും മുൻനിർത്തിയുള്ള പ്രചാരണം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. കൂടാതെ യുവജനങ്ങളിൽ വലിയ സ്വാധീനം കൈവരിക്കാൻ കഴിഞ്ഞതും യുഡിഎഫിന്റെ വിജയത്തിലെ മറ്റൊരു പ്രധാന ഘടകമാണ്. ഷാഫി പറമ്പിൽ എം.പി. പോലുള്ള യുവ നേതാക്കളുടെ സജീവ പ്രചാരണം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ യുവ വോട്ടർമാരെ യുഡിഎഫിന്റെ ഭാഗത്തേക്ക് ആകർഷിച്ചു. 10 വർഷത്തെ ഭരണാനുഭവത്തിനു ശേഷം ഇടതുപക്ഷ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമായിരുന്നു. എന്നാൽ ആ വികാരത്തെ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞത് യുഡിഎഫിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. സാധാരണ ഭരണവിരുദ്ധ വികാരം മാത്രം വിജയത്തിന് കാരണമാകാറില്ല. അതിനെ പ്രായോഗിക രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാനുള്ള കഴിവാണ് നിർണായകം. ഈ കാര്യത്തിൽ യുഡിഎഫ് തികച്ചും വിജയിച്ചു. മുന്നണിയുടെ ആന്തരിക ഐക്യവും ഈ വിജയത്തിന്റെ മറ്റൊരു പ്രധാന കാരണമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളുണ്ടാകും എന്നായിരുന്നു രാഷ്ട്രീയ എതിരാളികളുടെ വിലയിരുത്തൽ. എന്നാൽ അത്തരം വിവാദങ്ങൾക്ക് വഴിയൊരുക്കാതെ ഒരൊറ്റ ടീമായി പ്രവർത്തിക്കാൻ യുഡിഎഫിന് കഴിഞ്ഞു. ഈ ഐക്യം പ്രവർത്തകരിൽ ആത്മവിശ്വാസം വളർത്തുകയും വോട്ടർമാർക്ക് മുന്നണിയിലേക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ചേർന്നാണ് യുഡിഎഫ് 2026 ചരിത്ര വിജയം സ്വന്തമാക്കിയത്. ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, മറിച്ച് സംഘടനയുടെ പുനർജന്മവും ജനാധിപത്യ വിശ്വാസത്തിന്റെ ശക്തമായ പ്രകടനവുമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സ്വാധീനിക്കുന്ന ഒരു നിർണായക ഘട്ടമായി ഈ വിജയം വിലയിരുത്തപ്പെടുന്നു. ഒരു നൂറ്റാണ്ടുകാലം ഓർക്കപ്പെടുന്ന ഈ വിജയം യുഡിഎഫിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുന്നു.